ist Maria. Hallo Maria. Hallo. Ich bin Antonio. Ja, ich bin die Maria. Everyone. So, how are you guys doing? So, this is me, Anne Maria here, and എനിക്കൊരു പഴയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് പോച്ച്. And that's why I'm starting a new one. I hope you guys will enjoy my videos. Guys, ഞാൻ എൻ്റെ സിം കാർഡ് ഒന്ന് മാറ്റിയെടുക്കാൻ പോണെയാണ്. സോ ഇപ്പം എൻ്റെ സിം കാർഡ് ഞാൻ കോൺസ്റ്റാർ അങ്ങനെ ഏതോയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ എം ടേക്കിംഗ് എ ന്യൂ വൺ ദാറ്റ്സ് O2. സോ അത് എടുക്കാൻ പോകുന്ന വീഡിയോസാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, and there is a surprise at the end, so don't miss out. So let's go. So ഞാനിപ്പോൾ ബസ്സിലേക്ക് കയറി. എൻ്റെ ഇപ്പറേക്ക് ആൾക്കാരുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് അങ്ങനെ എന്താ പറയുക, നോർമലി സിറ്റിക്കകത്തുനിന്ന് കയറുന്ന ബസ്സിൽ തിരക്കൊന്നും നമ്മൾ ഈ വില്ലേജിൽ താമസിക്കുമ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പം ഈ വണ്ടിയിൽ തിരക്കല്ല, ആൾക്കാർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിരക്ക്. നമ്മളങ്ങനെ ഒരു ഹാനൗ ഹോപ്റ്റ്ബാൻഹോഫിലെത്തി. ഇനി ഇവിടെ നിന്നാണ് പോവേണ്ടത്. നോക്കട്ടെ, എന്നിട്ട് പറയാം. തേ കിടക്കുന്നത് നമുക്ക് പോകേണ്ട ട്രെയിൻ. അയ്യോ എടുക്കല്ലേ, ഞാൻ കേട്ടില്ല. നമ്മളങ്ങനെ ട്രെയിനിൻ്റെ അകത്ത് വന്നിരുന്നു. ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരാവും. സോ ഗൈസ്, നമ്മളങ്ങനെ ഹോപ്റ്റ്ബാൻഹോഫിലെത്തി. ഇതാണ് നമ്മുടെ ഹോപ്റ്റ്ബാൻഹോഫിലോട്ട് കയറാനുള്ള വഴി. അതായത് ഇത് അണ്ടർഗ്രൗണ്ട് ഏരിയ ആണ്, ലൈക്ക് എസ്ബാൻ പോകുന്ന സ്ഥലം. ഇനി നമ്മൾ മുകളിലോട്ട് കയറി ട്രാം കയറി. അധികം ദൂരമൊന്നുമില്ല ട്രാം കയറിയിട്ട്. ട്രാം കയറി നമ്മൾ സിം കാർഡ് എടുക്കാൻ പോകും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്രാങ്ക്ഫർട്ട് ഹോപ്റ്റ്ബാൻഹോഫ്. ഓക്കെ, സോ നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ്. ധാരാളം കണ്ടോ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണാം. ഇനി ചില മെയിൻ ക്യാരക്ടേഴ്സിനൊക്കെ ഞാൻ കാണിച്ചു തരാം. എനിക്കങ്ങനെ ഉറപ്പില്ല, പക്ഷെ എന്നാലും ഇവിടെ ഉണ്ടാകണം. അതായത് ഉറപ്പില്ലെങ്കിലും കാണിച്ചു തരാം. അവിടെ ഇരിക്കണ ആ പെണ്ണിനെ കണ്ട, ഓക്കെ, അതാണെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ എങ്കിൽ കൂടി ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഫ്രാങ്ക്ഫർട്ടിൽ തന്നെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കും. അതായത് ഈ പാവാട ടോപ്പൊക്കെ ഇട്ടിട്ട് മുസ്ലിംസിനെ പോലെ നടക്കും. ഓക്കെ, ഒരു മുസ്ലിംസ് ആണോ കറക്റ്റ് എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെ നടക്കും. എന്നിട്ട് ഈ ആൾക്കാരുടെ നിന്ന് വന്നിട്ട് നമ്മളോട് ചോദിക്കും, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ എന്ന് ചോദിക്കും. എന്നിട്ട് വളരെ മാന്യമായി നമ്മുടെ നിന്ന് കാശ് തട്ടിച്ചുകൊണ്ടുപോകും. കൊച്ചുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനാണ്, അതാണ് ഇതാണ്. അത് കണ്ടാൽ പറയുന്നില്ല ഒരു പിച്ചക്കാരാണെന്നൊക്കെ. ഫസ്റ്റ് നമുക്കിതൊന്നും മനസ്സിലാവില്ല. പിന്നെ
കുറച്ച് നാൾ ഇവിടെ നിന്ന് കഴിയുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. സോ നമ്മൾ ബാനോഫിൻ്റെ പുറത്തോട്ട് നടക്കാൻ പോണെയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ കുറേ കലാകാരന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആക്ച്വലി കണ്ടു ഇങ്ങനെയുള്ള കുറേ കലാതിലകങ്ങളൊക്കെ ഓരോ മൂലക്കയിലും ഇതൊക്കെ വെറുതെ ഡാൻസ് കളിക്കുന്നുണ്ടാ. അതുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാം. ഓക്കെ, ആൻഡ് ഇവരെല്ലാവരും പിച്ചക്കാരൊന്നുമല്ല. ചിലവരെ കടവായിരിക്കും, ചിലവരെ കുറച്ചുകൂടി പിച്ചക്കാരായിരിക്കും. ഓക്കെ, ഇവൻ പിച്ചക്കാരനല്ല കേട്ടോ, അവനോട് ഇരുന്ന് ഫോൺ വിളിക്കണേ. ആരും തെറ്റിയിരിക്കരുത്. ഇപ്പം എടുത്ത് ചാടിക്കഴിഞ്ഞാൽ വണ്ടർ തലയിൽ പോവാ. സോ ഓഫ് കോഴ്സ് നമ്മൾ ചാടില്ല. അവിടെ റെഡ് സിഗ്നലാണ്, അത് ഗ്രീൻ ആയാൽ നമ്മൾ ചാടും. അവിടെയാണ് നമ്മുടെ ട്രാം വരുന്നത്. ഇത് ആൾക്കാരുടെ ഇവരെല്ലാവരും ഓക്കെ, അവർക്ക് ഈ ചൊമ്പം വച്ചൊന്നൊരു വിഷയമല്ലെന്നുള്ള മട്ടാണ്. ചൊമ്പാവുന്നതിന് ചൊമ്പ് മാറുമ്പോൾ ചാടി വേണ്ട. ഓക്കെ, ഇപ്പം നമുക്കവിടെ പച്ചയായി. ഇനി നമുക്ക് ധൈര്യമായിട്ട് ചാടി പോവാം. അല്ലെങ്കിൽ വല്ല വണ്ടർ മുമ്പിൽ ഇരിക്കേണ്ടി വരും. ഇതാൻ പോകില്ല. ഇതാണ് ട്രാം. ഓക്കെ, പക്ഷെ ഇതിലല്ല നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകേണ്ട ട്രാമിനാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഏതൊരു തള്ള ഇതെന്ത് തരം പട്ടിയാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. സോ വി വെയിറ്റ് ഫോർ ട്രാം. ആക്ച്വലി അവരെന്നോട് സിം കാർഡ് വാങ്ങാൻ ഇന്നലെയാണ് വരാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് വയ്യായിരുന്നു, സോ ഞാൻ പോയില്ല. നല്ല കുട്ടിയാണ് ഞാൻ, വയ്യാത്തോണ്ട് പോയില്ല. അല്ലെങ്കിൽ എനിക്ക് നാളെ വർക്കിന് കയറുന്നുണ്ട്. അപ്പോൾ ആ വയ്യായിക്കാൻ വെച്ച് ഞാൻ പോയി കഴിഞ്ഞാൽ നാളെ പണിക്കും പോകാൻ പറ്റില്ല. സോ ഞാൻ ഇന്നലെ പോയില്ല. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നു. ഇന്നവിടെ ചെല്ലുമ്പോൾ എന്താവുന്നു ദൈവത്തിനറിയാം. സോ പണ്ടാര ഡ്രാമ എന്താ വരാത്തത് എനിക്കറിഞ്ഞോട് ഒടുക്കത്തെ പേര്. സോ ഗൈസ്, വരുന്ന എൻ്റെ ട്രാം ഇതിലാണ് എനിക്ക് പോകേണ്ടത്. ഇതെന്താണ് അവിടെ കൊണ്ടുപോയി നിർത്തിയ? ഞാനായി പൊട്ടനക്ക് മേലെയായി. ചന്തക്കുവാനുള്ള ആൾക്കാരുണ്ടല്ലോ ഈ സൈഡിൽ. മാറി ഞാൻ അപ്പുറത്തൊന്ന് കയറിക്കോളാം. കേരടവും കൂടി മാറിക്കും. ദൈവം, ഈ പട്ടി ഇവിടെ ഉണ്ടായ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു മോള് കാണിച്ചു തരാം. അതിൻ്റെ അകത്താണ് നമ്മുടെ സിം കാർഡ് ശരിയാക്കാൻ വേണ്ടിയുള്ള ഇതുള്ളത്. എന്തെന്ന് ഓറ്റു ഉള്ളത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരാളെ കാണാൻ പോലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഓക്കെ, ഷോ യു ദ മോൾ. സോ ഇതാണ് ഫ്രാങ്ക്ഫർട്ടിലൊരു മോൾ, ലൈക്ക് ഒരു ഹിഡൻ മോള് പോലെ ഉണ്ട്. കാരണം ഞാൻ ഇത്ര നാൾ ഇവിടെ വന്നിട്ട് ഇത് കണ്ടിട്ടുണ്ടായില്ല. പിന്നെ ഗൂഗിൾ മാപ്പാണ് ഇവിടെ വരെ എത്തിച്ചത്. സോ ഇതിൻ്റെ അകത്താണ് നമുക്ക് ശരിയാക്കാനുള്ള ഒറ്റുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. സോ ഗൈസ്, നമ്മൾ മോളിൻ്റെ അകത്തോട്ട് കയറി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് കയറേണ്ട സ്ഥലം. ഓക്കെ, എന്തെങ്കിലൊക്കെ കയറാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഇത് ഇറങ്ങുന്ന സ്ഥലമായിരുന്നു. ഇപ്പുറത്തൂടെയാണ് കയറേണ്ടത്. ശിവ ശിവ, നാം എന്താ ഈ കാണിക്കുന്നേ? ഇത്
കണ്ടുപിടിക്കണമല്ലോ ദൈവമേ ഓറ്റുവിൻ്റെ ഷോറൂം എവിടെയാണ്. കാരണം ഞാൻ മറന്നു. ഒരു കബാബിൻ്റെ അടുത്താണ്. ദൈവത്തിന് ഞാൻ അറിയാം. എനിക്ക് ഭയങ്കര ഓർമ്മശക്തി ആയതുകൊണ്ട്. എന്താണ് ഞാൻ ഈ കാണുന്നേ? ശിവ ശിവ, ഇതെന്താണത്? കൊന്നു വച്ചിരിക്കുന്നു ഇതിന്. ഇതാരാണ്? ഇതൊരു പെൺകുട്ടി, ഇതും ഒരു പെൺകുട്ടി. ഞാൻ ഉദ്ദേശിക്കുന്നതല്ലല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആരും തെറ്റിരിക്കണ്ട, അവരത് തന്നെയാണ്. ഓക്കെ, എനിവേ ദിസ് ഇസ് സോ നോർമൽ. നഖം ശരിയാക്കുന്ന കടയിൽ എന്താ ഇത്ര തിരക്ക്? എൻ്റെയൊക്കെ നഖം ഇരിക്കുന്ന കണ്ടില്ലേ? കടിച്ച് കടിച്ച് കൊന്നു വെച്ചിരിക്കുമോ ഞാൻ അതിനെയൊക്കെ. ദൈവത്തേനറിയാം. മണം കിട്ടുന്നുണ്ട് ഗൈസ്, ഫുഡിൻ്റെ മണം കിട്ടുന്നുണ്ട്. കണ്ടു, ഞാനേ കണ്ടുള്ളൂ ഓറ്റുവിനെ. അവിടെ കണ്ടു ഗൈസ്, അതാണ് ഓറ്റു. ഇതാണ് ഞാൻ പറഞ്ഞ കണ്ടു. ഓക്കെ, അപ്പം നമ്മുടെ കട എന്തായാലും കബാബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. കണ്ടോ ഓറ്റു? കണ്ടുപിടിച്ച് ഗൈസ്, ഞാൻ കണ്ടുപിടിച്ചു. അയാളവിടെ കുന്തമ്പടി പോലെ നിൽക്കുന്നുണ്ടോ? അതിന് മുമ്പിലാണ് ഓറ്റുള്ളത്. സോ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാം. കണ്ടോ ഓറ്റു? സോ ഞാൻ കയറട്ടെ. ഇതാണ് നമ്മുടെ ഓട്ടോയുടെ ഷോറൂം. അവിടെ നിൽക്കുന്ന ചേച്ചീനെ കണ്ടോ? പുള്ളിക്കാരി ഞാൻ നല്ല അഡാറ് കമ്പനിയാണ്. 2 പ്രാവശ്യം വന്നുള്ളെങ്കിലും മപ്പാസ് കമ്പനിയാണ്. ഓക്കെ, ഇതൊന്നും വാങ്ങാൻ പറ്റില്ലെങ്കിലും തുറണ്ടി കളിക്കുന്നതിൽ കുഴപ്പമില്ല. സോ ഞാൻ ഇങ്ങനെ തുറണ്ടി കളിക്കും. ഐഫോൺ പ്രോ ഏത് ഫോൺ വേണം ഗൈസ്? നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അതപ്പം വാങ്ങും സ്വപ്നത്തിൽ. പ്രോ മാക്സോ വാങ്ങാൻ പറ്റിയില്ലെങ്കിലും തുരണ്ടി കളിക്കാം ഇങ്ങനെ. എൻ്റെ മന്നെ ഗെയിം കളിക്കണോ? നിൽക്കിയാൽ മതി. ഓക്കെ, അതിങ്ങനെ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓക്കെ, ദാറ്റ്സ് ഓൾ. ഗൈസ്, പ്രിൻസിൻ്റെ ഫോൺ ഗൂഗിൾ പിക്സൽ. അതുകൊള്ളാലോ. എന്താണോ ഞാൻ കാണിച്ചതെന്ന് ദൈവത്തിനറിയാം. ഓഫ് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് സാംസങ് ഗാലക്സി. ഇത് ഒടുങ്ങിയിരിക്കുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതിങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന ഫോണാണ്. എന്തൊക്കെ തരം ഫോണാണ് ഇതെന്തത്? ശവപ്പെട്ടിയല്ല ഗൈസ്, ഫോണായിരുന്നു. സൈഡിൽ പേനുണ്ടെന്ന് തോന്നണം. എൻ്റെ വില കേട്ടു നിങ്ങൾ? എൻ്റെ പൊന്നെ, വീട് കൊണ്ടുവരുമല്ലോ. അങ്ങനെ നമ്മുടെ O2 സിം കാർഡ് സെറ്റായിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകുകയാണ്. ഇനി നമ്മൾക്ക് കാണാനുള്ള വ്യക്തിയെ പോയി കാണാം. ഓക്കെ, കയറിയിരുന്ന് ഓടിച്ചാലോ? എന്താണെന്ന് നിങ്ങൾക്കറിയോ? ലൈക്ക് ഈ മിഷൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും യൂട്യൂബ് വീഡിയോസിലൊക്കെ. ഇതാണ് ക്യാൻഡി മേക്കിംഗ് മിഷൻ, ലൈക്ക് കോട്ടൺ ക്യാൻഡി. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, കാശും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സാധനം ഉണ്ടാക്കി കിട്ടുമോ? വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഇതിൻ്റെ വില വീട് വിൽക്കേണ്ട വരുമായിരിക്കും. അതാണൊരു സംശയം. ഓക്കെ, അതിനകത്ത് തൊട്ട് ഞാൻ എന്താ അറിയാമല്ലോ, ചുമ്മാ ഓക്കെ. 4 യൂറോയേ ഉള്ളൂ. ട്രൈ ചെയ്യണോ ഗൈസ്? വേണ്ട, എൻ്റെ പ്രിൻസ് അറക്കവാളിന് വെട്ടി അമ്മിക്കല്ലിലിട്ട് ഇടിക്കും. സോ ഗൈസ്, ഞാൻ ഇത് വേണ്ടെന്ന് വെക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട. 4 യൂറോയ്ക്ക് 4 യൂറോയുടെ വിലയുണ്ട്. ഇവിടെ മനുഷ്യൻ ആക്രി പറക്കിയാണ് ജീവിക്കുന്നത്. അപ്പം ഈ കോട്ടൺ ക്യാൻഡി കൂടി ഈ വിടുങ്ങാത്തതിൻ്റെ ഒരു കുറവ് എനിക്കുള്ളൂ. സ്വദേശിനെ അതങ്ങനെ ഉണക്കിയിട്ടിട്ട് പോകുന്നത്. നല്ല തങ്കപ്പെട്ട കുട്ടിയാണ് ഞാൻ. ഓക്കെ, ആൻഡ് അതാണ് കോട്ടൺ ക്യാൻഡി. ആ
കാണിച്ച ഡിസൈനിൽ നമുക്ക് കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കി കിട്ടും. നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ പേഴ്സണെ കാണാൻ പോവാം. ഓക്കെ, സോ സോറി, ഉദ്ദേശിച്ച ആവശ്യമല്ലായിരുന്നു. ഇനി ഇവിടെ നിന്ന് വണ്ടി കയറി ഓഫൻബാഗ് പോകണം. ഓഫൻബാഗിന്നൊരു ബസ് കയറി ഏതോ ഒരു പിസ തിന്നുന്ന ഏതോ ഒരു സ്ഥലത്ത് ചെല്ലണം, അതെനിക്കറിയാം. എന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ സ്പെഷ്യൽ പേഴ്സണെ കാണാൻ പോകുന്നത്. ഓക്കെ, ഇതേപോലെ നാട്ടിലെ മര്യാദക്ക് വണ്ടി ഓടിച്ചാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് കാലും വണ്ടിയിൽ നടക്കുകയും വേണം, കുറേ ട്രെയിനും ബസ് കയറുകയും വേണം. ഇത്രയും വെറുപ്പിക്കണ വേറൊരു പരിപാടിയില്ലേ ജില്ലയിൽ. നടക്കാനുള്ള ദൂരമുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ട് നടന്നാണ് പോയത്. ഓക്കെ, പക്ഷേ അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. നടക്കുന്നതിനെക്കാട്ടും നല്ലത് ട്രാമറി പോണതാണ്. കാരണം ഇച്ചിരി നേരം അവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് നിന്നാലും സെയിം ടൈമിലെങ്കിലൊക്കെ തന്നെ എത്തണത്. പിന്നെ നടന്നു പോയി കഴിഞ്ഞാൽ ഇച്ചിരി വെയിൽ കൂടുതൽ കൊള്ളാം. അതുകൊണ്ട് ഇത്തവണ ഞാൻ ട്രാം പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. എൻ്റെ സൈഡിൽ ഒരു കുത്തബ് മിനാർ വന്ന് നിൽക്കുന്നത് കാണണം. കണ്ടോ? ആ ചേച്ചിയുടെ മുമ്പിൽ ഞാൻ വെറും കീടാണു. പിന്നെ എന്നെ ആശ്വസിപ്പിക്കാനും എനിക്ക് ആശ്വാസമായിട്ടും എൻ്റെ അത്രയും സൈസുള്ള പെണ്ണുങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത് എന്നുള്ളൊരു സമാധാനം. പക്ഷേ ചില പെണ്ണുങ്ങൾ ഇതുപോലെ കുത്തമ്പിനാറായിരിക്കും. അവരുടെ അടുത്തൊന്നും പോയി നിൽക്കരുത്. അവരുടെ ഒരു കൈ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തുപോകും. അതിൻ്റെയൊക്കെ സൈസ് നോക്കിക്കേ. എൻ്റെ പൊന്നി പറഞ്ഞ് നാക്കെടുത്ത് അന്നാക്കിയിട്ടില്ല. അതിന് മുമ്പേ വന്നൊരു കുത്തമ്പിനാറ് പോലത്തെ ഒരു അപ്പച്ചൻ കണ്ട. ഇതുപോലെയുള്ള അമ്മച്ചിമാരൊക്കെയാണ് എനിക്ക് പിന്നെ കുറച്ച് ആശ്വാസം. ഇവർക്കൊക്കെ നമ്മുടെ സൈസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും. ഇത് വലിയ കാട്ട കമ്പനിയാണിത്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. സോ പറഞ്ഞു തരാനോ അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ നടക്കുകയാണ്. എന്താണത്? ഇടാൻ മറന്നുപോയതായിരിക്കും അല്ലേ? അന്ന് സലാം കാണിച്ചിട്ട് പോയതാണ്. ആപ്പിൾ അത് ആക്ച്വലി ഒരു ആണായിരുന്നു. ചിരിക്കരുത്. ഇവിടുത്തെ കൾച്ചറൊക്കെ ഇങ്ങനെയാണ്. സോ അവരെ കുറ്റം പറയാൻ പറ്റില്ല. സോ ആ ബോർഡ് എഴുതി കാണിക്കണം എന്നാണ് ട്രാം വരാനുള്ള സമയവും ട്രാമിൻ്റെ നമ്പറും ട്രാമിൻ്റെ പേരും. ഈ ആൾക്കാരൊക്കെ അത് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, സോറി. സോ ഗൈസ്, ഇതാ വരുന്ന ട്രാമാണ് നമുക്ക് പോകേണ്ട ട്രാം. ഇത്ര ഓക്കെ, നമുക്ക് ഇവിടുത്തെ സ്വിച്ച് നോക്കി അകത്തോട്ട് കയറാം. നമ്മൾ പുറത്തോട്ടിറങ്ങണം. ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇതൊരു വെറൈറ്റി സ്ഥലം തന്നെയാണ്. പക്ഷെ ഇച്ചിരി സൂക്ഷിക്കണം. എന്താ ജീവി? അയ്യോ, ഇനി എസ്പാൻ പോകണം. എസ്പാൻ കയറിയിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ. 2:09 ട്രെയിൻ. അയ്യോ, ഇപ്പം തന്നെ 2 മണിയാവാറായി കാണും. അറിയത്തില്ല കിട്ടുമെന്ന്. ട്രൈ. നമ്മൾ എസ്പാനിലെത്തി. അവിടെ എസ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ? അപ്പോൾ ഇത് എസ്പാൻ. ഈ തിരക്ക് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോൾ ഒരു കൊല്ലം പിടിക്കുമല്ലോ. ഇവരെ കണ്ട, ഇവരെല്ലാവരും വരിയായിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടി തന്നെ പോകണണ്ട. ലെഫ്റ്റ് സൈഡിലല്ല എല്ലാവരും നിൽക്കണം. കാരണം എന്താ, ഇത് റഷായിട്ട് വരുന്ന ആൾക്കാർക്ക് പോകാനാണ്. അതായത് ഭയങ്കര ധൃതി പിടിച്ച് ഇപ്പം ട്രെയിൻ പോകുന്ന പറഞ്ഞ് പോണവർക്ക് വേണ്ടി സ്ഥലം ഇട്ടേക്കണേ ഓടാനായിട്ട്.
ഓക്കെ, ഇത് സാധാരണ ആൾക്കാർ. ഞാൻ എന്താ അതിൻ്റെ ഇടയിൽ കൂടി ഓടാത്തന്നെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. എനിക്കത് വയ്യ ഓടാൻ, അതുകൊണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ. അമ്മേ, നിഗമനം തല്ലു പിടിക്കുകയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ആ പെണ്ണിപ്പോൾ ആ ചെക്കനെ പിടിച്ചടിക്കും. ചെക്കനും കൂടി നിന്നാണ് അടിയിടക്കി കൊണ്ടിരുന്നത്. ഇവിടെ വലിയ ഡയലോഗ് കൊടുത്ത കാരണം അവനെടുത്ത് ഹെയർ എടുത്ത് അവൾ ചത്തു. പൊക്കമുള്ള ചെക്കന്മാരോട് വലിയ കാര്യമായിട്ടൊന്നും കളിക്കാൻ നിൽക്കരുത്, ചിലപ്പോൾ ഏറി പോകാൻ ചാൻസ് ഉണ്ട്. രണ്ടും മലയാളി കട്ടുള്ള ചെക്കൻ, പക്ഷെ ഇവന്മാര് മലയാളീസ് അല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താ ദൈവമേ, ട്രെയിനാണത്. അതിനകത്ത് തിരക്ക് നോക്കി ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ കുത്തിക്കയറാനാണ്. ട്രെയിനിലും ഞാൻ സീറ്റ് കണ്ടുപിടിക്കും. സീറ്റ് ഒഴിഞ്ഞെടുത്തതാണ്, ആരും പേടിക്കണ്ട. ഇനി നമ്മൾ ഓഫൻബാഹ് ഓസ്റ്റി പോയി ഇറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി പിസേറിയിലോട്ട് പോകണം. ആ പെണ്ണിൻ്റെ കയ്യിൽ ടാറ്റു ഉണ്ടോ? എന്ത് രസമുള്ള ഇതുപോലൊക്കെ അടിച്ചൊന്നും ഞാൻ എൻ്റെ അമ്മേനെ വീട്ടിൽ പോലും കേട്ടില്ല. സോ ഗൈസ്, ഞാൻ അങ്ങനെ ഓസ്റ്റ് ബാൻഹോഫിൽ വന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് ഞാൻ ബസ് കയറി പിസേറിയെ ചെന്ന് നമ്മുടെ ആളെ കാണും. ആളാരാണെന്നല്ലേ അവിടെ ചെന്ന് കാണിച്ചതാവേ. പുള്ളിക്കാരിയുടെ പേര് ക്രിസ്റ്റീന എന്നാണ്. അതൊക്കെ അവിടെ ചെന്ന് കാണിച്ചത്. നമുക്ക് പോകേണ്ട ബസ് വന്നിട്ടുണ്ട്. സീറ്റൊന്നുമില്ല. എൻ്റെ പോയിന്റ് ഇന്റർവ്യൂ ചന്തക്കോറുള്ള ആൾക്കാരുണ്ടല്ലോ, എനിക്ക് വയ്യ. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. ഹലോ Hallo. Hallo, Schätzchen. Wie geht's? Gut? Ja? Dir auch? Gut. Dir gut? Ja. Bist du mit dem Bus gekommen? Ja. Wie lange hast du gebraucht? Nein, jetzt. Ja, wie lange? 10 Minuten. Von Hauptbahnhof? Offenbach Ost. Ah, okay. ഇതാണ് ക്രിസ്റ്റീനയുടെ കാറാണിത് ഗൈസ്. Ich mache ein YouTube-Video. Ein Video? Ja, für mein Channel. Mit deiner Familie? Nein, für mein YouTube-Channel. Ah. Hallo. Hallo, Huni, das ist Maria. Hallo Maria. Hallo. Ich bin Antonio. Ja, ich bin die Maria. Geht dir gut? Ja, mir geht es gut. Schön. Und gut. dir? Ich bin heute ein bisschen müde, weil ich war gestern den ganzen Tag in München unterwegs. Bin ich schon 3 Uhr Nacht und wird mir ein bisschen Schlaf. Ja, so. Aber sonst seelisch geht mir gut. Ihr Verlobter ist auch in München. Er arbeitet in München. Ja, okay. Ein Freund, eh? Ja. Okay. Oh, dein Bild, das ist so schön. Maria, zeig, wie Zeig, funktioniert. zeig. Komm, Maria, komm hinter mir. Du machst, was ich sage. Lauf wie ich. Komm her. Okay, ja. Hinter mir, so. Ja. Und jetzt guck mal ja drauf, ja? Ah, so. Genau. Ja. Pass in deinen Kopf, ja? Und jetzt lauf hinter mir, hier so. Also, du machst ein Video? Ja. Komm her. ഇവിടെ നിന്ന് നോക്കുമ്പോ വേറെ രീതിയിൽ, ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോ Und jetzt guck noch mal drauf. Ah, so. Wo ist schwarz? Das ist so schön. Ja. Oh, guck mal hier. So. Von hier? Hier ist alle Farben bunt, ja? Okay, so, ja. Guck nicht drauf. Guck mal hier. ഇപ്പത്തെ സൈഡിൽ നോക്കുമ്പോ വേറെ പടവും. So, und jetzt guck mal hier. Oh, Oh, siehst du? so gut. കണ്ട, ഇതാ കഴിവുള്ള ആൾക്കാർ. Du kannst also im Teil fragen, guck mal, fängt mal links an, fängt mal in diese Seite, warte mal. Nee, du Okay. guckst, ja? Okay, ja, ich guck von hier. അമ്പേ, ഒരു സൈഡിൽ നോക്കുമ്പോ വേറൊരു രീതിയിലുള്ള പടം. Jetzt komm hier langsam mit der Kamera langsam, so dass die Kamera sieht. Oh,
Okay, aber siehst du, und jetzt ist ganz blau. Ja. Geh mal nochmal zurück, langsam mit in die Kamera, mit der Kamera lauf langsam. Okay, langsam. Langsam. Oh, Siehst du? so gut. Ja, und das macht die Christine. Da. Guck mal, wie er macht. Ja? Ja, ഇങ്ങനെയാണിത് വരയ്ക്കണത്. കണ്ടാ? Maria. So. ഇതാണ് ക്രിസ്റ്റീന, അതാണ് അന്റോണിയോ. Kannst du gucken, du? ഇവർ രണ്ടും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റേഴ്സാണ്. പിന്നെ ഇവരുടെയൊക്കെ പടത്തിൻ്റെ അടുത്തേക്ക് ഒരു സൈഡിൽ നോക്കുമ്പോൾ വേറൊരു രീതി, മറ്റേ സൈഡിൽ നോക്കുമ്പോൾ വേറൊരു ഷെയ്ഡാവും. ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരി ഞാൻ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് പോകാൻ പോയത്. ആണ് പുള്ളിക്കാരി പെയിൻറ്റ് ചെയ്യുന്നത്. Guck mal, das sind alles ja leuchtende Farben. Guck mal. Die Farbe mag ich selbst, weißt du? Guck mal, das sind Pigmente, weißt du? Das sind pure Pigmente und ich mag es selbst. Ich führe das selbst mit der Spatel und mach schon, ja? Maria macht ein YouTube-Video. Kanal, ja? Was? So gut. Ja, dein Freund hatte den Kanal. Mein Freund? Ja, hat einen Kanal, YouTube-Video hatte. Ja. Der hat, Ja. Oder du hast. Ich. Du hast deinen Kanal, wie du Ja. Sodass alle Leute aus die ganze Welt gucken, die schauen, ne? Was du postet oder was du. Ja, ich weiß. Ja. Das ist so schön. Ja. Komm mal, Okay, bisschen das zeigen. okay. പുള്ളി എന്നെ പഠിപ്പിക്കാൻ പോണ എങ്ങനെ പെയിന്റ് ചെയ്യണത്. Also, ich will jetzt eine schöne grüne Farbe, ja? So, ich will eine schöne grün. Und zuerst nehme ich pink. Okay, Weißt du, ich will grün, nehme ich pink. alles ist okay. Dann nehme ich gelb. Dann nehme ich, das ist der Zaubermittel, Okay. der Zaubertrank, diese Flüssigkeit, die ich gemacht habe. Mache ich ganz kleine Tropfen rein, so, jetzt so, und jetzt so. Und dadurch entsteht dann schön satt grün. Und wenn ich ein bisschen weiß da rein mache, so, gibt es kleine, so schön 8 Stufen. Guck mal, klein, noch eins und noch mehr. So. Das kriegt ein schönes Türkis. Wow, so schön. Ja. So ist es voll. Und dann mache ich den Spatel sauber und dann fällt er runter. Und das ist Tony Bart. Ja? Das ist Tony Bart. പുള്ളിയുടെ താടി മതി. Wir gehen jetzt? Ja. Wir gehen jetzt? Ja. Mal. Wir fahren jetzt. Hast du ausgemacht? Ja. Du musst sagen, tschüss. Tschüss. Ja, tschüss. Der ദൈവമേ ബിൻസോ. Sehr warm hier, Maria. Also, Ciao, Toni. Bis morgen. Die Maria muss aufnehmen, einmal rund um das Auto nachher. Wenn du aufsteigst, kommst du raus und machst ein this is called as Jenga. Jenga. Jenga, yeah. Oh. Und das ist die Fähre, die Rumpenheimer Fähre. Ist das jetzt. Und wir fahren jetzt mit der Rumpenheimer Fähre über den Main auf die andere Seite. Ne? Und dann auf die Autobahn. Ja, okay. Und dann fahren wir zu UPS hier hin und dann nach Niederau. Nein, erstmal essen wir ein Eis und dann nach Niederau. ഐസ്ക്രീം തിന്നാൻ മോളെ ഇതാണ് ഞങ്ങൾ കണ്ടത്. Pistazien Ice Cream. Okay, at all.
സോ നമ്മളതിനകത്ത് വണ്ടി കയറി നമ്മളും പോകും അപ്പുറത്തെ സൈഡിലോട്ട്. ഓക്കെ, ഇതൊക്കെ ചെടിന്ന് പറന്ന് നടക്കണേ. Wir im Autobahn. Was? Autobahn. Jetzt fahren wir Autobahn. Ja. Jetzt fahren wir auf die Autobahn. So guys, അമ്മച്ചി എന്നെ കാറിലെടുത്തിട്ട് അമ്മച്ചിക്ക് ഒരു പാർസൽ എടുക്കാനുണ്ട്. അമ്മച്ചി ഇതെടുക്കാൻ പോയി. ഓക്കെ, so wait here. In 700 Metern erreichen Sie das Ziel. Okay. Noch eins. Willst du noch eine Kugel? Ah nee, du hast... Okay. Ja. ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. ഞങ്ങളിത് പുറത്തിറങ്ങി ഗൈസ്. എന്നെ ഉടുപ്പ് വാങ്ങാൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. ഉണ്ടോ ഇന്നിവിടെ പതുക്കി കിടത്ത്. അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉടുപ്പ് മൊത്തം എനിക്കുള്ളതാണ് ഗൈസ്. കണ്ടോ, അമ്മച്ചി വാങ്ങിച്ചു തന്നതാണ് എനിക്ക്. ഇത് മൊത്തം എത്ര രൂപയെന്ന് നോക്കിയിട്ടുണ്ട്. Nee, ja, das mache ich extra. Machen Sie extra. Gut, dann sind das 111,10 €, bitte. Da fehlt noch 1 Cent, gell? Ja, genau. എന്റെ പൊന്നെ, എന്തോരം കാശാണ് അമ്മച്ചിരിക്കൊണ്ട് ചെലവാക്കിയിരിക്കുന്നത് കണ്ടോ നിങ്ങൾ. ഏകദേശം ഒരു 10,000-ന് മേലെ ചെലവാക്കിയിട്ടുണ്ട്. Dann bitte die Geheimzahl. എന്റെ പൊന്നെ, ഇതൊന്നും പോരാതെ എനിക്ക് ഷൂ വാങ്ങാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കണ ഷൂ ഇടയിൽ. എന്താണത്? 40. Willst du einen Karton haben? Erste Intensivschutzpflege? ഓ, Karton. Mit Karton, mit Karton. Ja, erste Intensivschutzpflege. Dann sind wir bei 24,99. Dankeschön. എന്താ ദൈവമേ, എനിക്ക് ഷൂ കിട്ടി. നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നു സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നിട്ട് വീട്ടിലോട്ട്. ഞങ്ങളിതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങി. അമ്മച്ചി എനിക്കും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. പക്ഷെ എനിക്ക് വയ്ക്കാം. ഞാൻ ഒരു പൊളി പൊളിച്ചു. അതെനിക്കാണ്. അങ്ങനെ ഗൈസ്, നമ്മുടെ പരിപാടിയൊക്കെ തീർത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഈ കുന്ത്രണ്ടം എടുത്ത് ഇവിടെ കുത്തണം എന്നാണ്, ഇവിടെയാണെന്ന് തോന്നുന്നത്. ഇവിടെയാണ് കുത്തേണ്ടത്, പക്ഷേ ലോക്കായില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു പോകാം. ടാറ്റപ്പായി. ഞങ്ങൾ അങ്ങോട്ട് വന്ന ഇതിനായി പെണ്ണുമ്പോൾ എന്തോ അമ്മാമ്മേൻ്റെ ചോദിച്ചാൽ അമ്മാമ്മ എൻ്റെ ഇതില്ല. പിച്ച വെച്ചാടാ പാവം അമ്മാമ്മ കാശ് കൊടുത്തു.
റൂമിലെത്തി. അയ്യോ, അമ്മാമ്മ ഇന്ന് എനിക്ക് വായിച്ചത് സാധനങ്ങൾക്കൊന്നും കൈ കണക്കില്ല. എന്തിനാണോ ഇതിന് പത്ര സാധനങ്ങൾ എനിക്ക് വായിച്ചത് ഞാൻ ചിന്തിക്കുകയാണ്. And I'm so tired. So, അപ്പോൾ ശരി, ഇത്രയൊക്കെ ഉള്ളൂ എന്നത്തേക്ക്. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.